നമസ്കാരം കൂട്ടുകാരെ. ആദ്യം തന്നെ സിദ്ധിദാത്രിക്ക് ഹാപ്പി ബർത്ത്ഡേ ടു യു. അപ്പോ ഇന്ന് നമ്മള് ചെറിയൊരു ചലഞ്ചുമായിട്ടാണ് വന്നിരിക്കുന്നത്. എന്റെ ഡയറക്ഷനാണ്, ഞാൻ അനാമികയാണ്. അതായത് നിങ്ങൾക്ക് രണ്ടുപേർക്കും ഒരു 10 മിനിറ്റ് സമയം ഞാൻ തരും. ഓക്കെ, 10 മിനിറ്റ് അറിയാലോ, വളരെ വലിയ സമയമാണ്. ആ സമയത്തിനുള്ളിലായിട്ട് ഒരു സോങ്ങിന്റെ ഒരു 50 സെക്കൻഡ്, ഓക്കെ 50 സെക്കൻഡേ ഉള്ളൂ. ആ ഒരു കാര്യം ഇത്രയും കുട്ടികൾ ഇവിടെ കണ്ടല്ലോ, നിങ്ങൾ കൊറിയോഗ്രാഫി ചെയ്യണമെന്നില്ല. ഇത്രയും കുട്ടികളെ വെച്ച്, അതായത് 2 പാർട്ടായിട്ട് ഇവരെ തിരിക്കും. നിങ്ങൾ അത് കൊറിയോഗ്രാഫി ചെയ്ത് ചെയ്യണം. ഇതിന്റെ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ നമ്മൾ മാക്സിമം എത്ര ചെറിയ പാട്ടാണെങ്കിലും കുറേയേറെ ടഫ് ആയിട്ടുള്ള സ്റ്റെപ്സ് ഇടാനാണ് നോക്കുന്നത്. പക്ഷെ അതല്ല ഇന്ന് വേണ്ടത്. ഇന്ന് വേണ്ടത് എത്ര ലൈറ്റ് ആക്കാൻ പറ്റും അത്രയും ലൈറ്റ് ആക്കണം, പക്ഷെ അത് ഭംഗിയുള്ളതായിരിക്കണം. സിദ്ധി ഇവിടെ കൊറിയോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സിദ്ധിക്ക് ആളിന്റെ എണ്ണം കൂടുതലാണ്. അപ്പോ ഇവിടെ ഫൈനൽ പ്രാക്ടീസ് ചെയ്യുവാണ് 2 സ്ഥലത്തായിട്ട്. അപ്പൊ ഇവിടെ സിദ്ധിയുടെ ടീം ചെയ്യുവാണ്, അപ്പുറത്ത് ജനയുടെ ടീം ചെയ്യുവാണ്. അപ്പോ 15 മിനിറ്റ് സമയം കൊണ്ട് ജന ടീച്ചറും സിദ്ധി ടീച്ചറും 2 ടീമായിട്ട് പഠിപ്പിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. എങ്ങനെ ഉണ്ടായിരുന്നു? വേഗം പഠിപ്പിക്കാനായിട്ട് പറ്റിയോ? കുഴപ്പമില്ല. കുട്ടികളൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? പല ഹൈറ്റ് ആയതുകൊണ്ട് പൊസിഷൻ ചെറിയൊരു പ്രശ്നം, ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ജനയ്ക്കോ? ഓക്കെ ആയിരുന്നു അല്ലേ? ഓക്കെ, അപ്പോ സിദ്ധിയുടെ ടീമിന്റെ നൃത്തം കാണാം. കതിർമഴ പൊഴിയും ദീപങ്ങൾ കാർത്തികരാവിൻ കയ്യിൽ, 1000 പൊൻതാരകങ്ങൾ താഴെ വിരിയും അഴകോടെ. ഒന്നാനാം കുന്നിന്മേൽ പൊൻവിളക്ക്, ഓരടി കുന്നിന്മേൽ നെയ് വിളക്ക്. അപ്പൊ സിദ്ധി ടീച്ചറിന്റെ കുട്ടികൾ കളിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. എന്താണ് പറയാനുള്ളത്? വളരെ മികച്ചൊരു അനുഭവമായിരുന്നു. അതായത് ഇങ്ങനെ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ആ ഒരു 15 മിനിറ്റ് കൊണ്ട് നമ്മൾ ചെയ്യുന്നതേ ഇതുവരെ ചെയ്തിട്ടുള്ളൂ. കുട്ടികളെ ചെയ്യിക്കുന്നത് ഇത് ആദ്യമായിട്ടാണ്. ഇതിൽ പ്രധാനമായിട്ട് പറയേണ്ട ഒരു കാര്യമുണ്ട്. ഇവരെല്ലാവരും 2 വർഷമൊക്കെ റേഞ്ചിൽ പഠിച്ച കുട്ടികളാണ്. അപ്പോ ആ ഒരു ഇത് വെച്ച് നോക്കുമ്പോ ഇത്രയും കുറഞ്ഞ സമയം കൊണ്ട് ചെയ്തെടുക്കാന്ന് വെച്ചാൽ അത് സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമല്ല. അതാണ് പ്രധാനമായിട്ട് ഈ കുറഞ്ഞ സമയം, ഇവരുടെ കുറഞ്ഞ പരിചയം, അതിലൂടെ ഇത്രയെങ്കിലും ചെയ്യാൻ പറ്റിയില്ലേ അല്ലേ? കതിർമഴ പൊഴിയും ദീപങ്ങൾ കാർത്തികരാവിൻ കയ്യിൽ, 1000 പൊൻതാരകങ്ങൾ താഴെ വിരിയും അഴകോടെ. ഒന്നാനാം കുന്നിന്മേൽ പൊൻവിളക്ക്, ഓരടി കുന്നിന്മേൽ നെയ് വിളക്ക്. വളരെ പെട്ടെന്ന് തന്നെ ഒരു നൃത്തം നമ്മൾ സൃഷ്ടിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. എങ്ങനെ ഉണ്ടായിരുന്നു? ആദ്യമേ ടീച്ചേഴ്സിന്റെ അഭിപ്രായം കേൾക്കട്ടെ. എങ്ങനെ ഉണ്ടായിരുന്നു? നല്ലതായിരുന്നു. ഓക്കെ, അപ്പൊ 2 പേർക്ക് നല്ലതായിരുന്നു, മോശമൊന്നുമില്ലായിരുന്നു. ഓക്കെ, കുട്ടികൾ എന്താ പറയാനുള്ളത്? സൂര്യൻ പറഞ്ഞോ? കൊള്ളായിരുന്നു. ജന ടീച്ചർ നന്നായിട്ട് പഠിപ്പിച്ചോ? ഓക്കെ. അനഘേ? കൊള്ളായിരുന്നു, ഇഷ്ടപ്പെട്ടു. അനുഗ്രഹിക്കോ? കുറച്ച് സമയമുള്ളായിരുന്നു, പക്ഷെ പെട്ടെന്ന് പഠിച്ചു. ഓക്കെ. അപർണ, കൃഷ്ണ? ആദ്യമായിട്ടാണ് ഒരു ഡാൻസ് ജന ടീച്ചർ പഠിപ്പിക്കുന്നത്, പക്ഷെ നന്നായിട്ട് പഠിപ്പിച്ചു. കൊള്ളാം, ഇഷ്ടപ്പെട്ടു. ലേറ്റ് ആയിട്ട് വന്നിട്ട് പോലും നല്ലോണം പഠിച്ചെടുക്കാൻ പറ്റും. ദേവനാരായണൻ പറഞ്ഞേ?
നല്ല രസമുണ്ടായിരുന്നു. ചേച്ചിമാരോട് ചേച്ചി ഇപ്പൊ ആദ്യമായിട്ടാണ് നമ്മൾ ഇതിനെ പഠിപ്പിക്കുന്നത്. നല്ല ട്യൂണായിരുന്നു, നല്ല പാട്ടായിരുന്നു, നല്ല ടൈമിങ്ങിന്റെ സെറ്റ് ഉണ്ടായിരുന്നു. അവൻ ഈ കുറഞ്ഞ സമയം കൊണ്ട് ഇത്രയും കാര്യങ്ങൾ കണ്ടുപിടിച്ച് അപ്പൊ തന്നെ ഇത്രയും നമ്മളൊക്കെ നല്ലോണം ഡാൻസ് കളിക്കാൻ പറ്റി. സായിഷ മോളെ ഇഷ്ടപ്പെട്ടു. പാട്ട് നല്ലതുപോലെ ഡാൻസ് ഇഷ്ടപ്പെട്ടു. ഇനി ഡാൻസ് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. പാട്ടും ഡാൻസും ഇഷ്ടപ്പെട്ടു. ആരുടെ വയ്ക്കോ? കൊറിയോഗ്രാഫി നല്ല. കൊറിയോഗ്രാഫി നന്നായിരുന്നു. ടീച്ചറെ പഠിപ്പിച്ച് ഇഷ്ടപ്പെട്ടില്ല. പഠിപ്പിച്ച് ഇഷ്ടപ്പെട്ടില്ലെന്നോ? എല്ലാം ഇഷ്ടപ്പെട്ടു. എനിക്ക് 2 പേരുടെ ഇഷ്ടപ്പെട്ടു. അപ്പൊ ഇതില് ഇനി ഈ വീഡിയോ കാണുന്നവർ പറയട്ടെ ആരുടെയാണ് കൂടുതൽ ഇഷ്ടപ്പെട്ടെന്നുള്ളത് അല്ലേ? നമുക്ക് എല്ലാ പ്രേക്ഷകർക്ക് വിട്ടുകൊടുക്കാം. അപ്പൊ എല്ലാവരും തീർച്ചയായിട്ടും ഈ വീഡിയോ കണ്ടിട്ട് സത്യസന്ധമായിട്ടുള്ള അഭിപ്രായം പറയണമെന്ന് പറഞ്ഞു. അതെ, അതുകൊണ്ട് പിന്നെ പ്രത്യേകമായിട്ട് പറയേണ്ട കാര്യം, വളരെ കുറഞ്ഞ കാലയളവിൽ മാത്രം നൃത്ത പരിശീലനം ചെയ്തിട്ടുള്ളവരാണ് ഇവരെല്ലാവരും. അപ്പോ അതിന്റേതായ അത് ഈ കുറഞ്ഞ സമയം കൊണ്ട് ചെയ്തെടുക്കുന്നത് ഇപ്പൊ നമ്മളെ പോലെ ആവുകയാണല്ലോ. നമുക്ക് 15 മിനിറ്റ് തന്നെ നമ്മൾ സ്വയം കൊറിയോഗ്രാഫി ചെയ്യുന്നത് പോലെ 15 മിനിറ്റ് കൊണ്ട് ഇവരെ പഠിപ്പിച്ച് ചെയ്യുന്ന ഒരു രീതിയിലോട്ട് ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് ഉടൻ തന്നെ എത്തുന്നതായിരിക്കും. ടാറ്റ പറഞ്ഞോ.